ഒരു കാർ വാങ്ങാൻ പോകുന്നവർക്ക് എപ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് പെട്രോൾ കാർ എടുക്കണോ, ഡീസൽ എടുക്കണോ, ഇലക്ട്രിക് എടുക്കണോ, അല്ലെങ്കിൽ ഹൈബ്രിഡ് എടുക്കണോ എന്നുള്ളത്. ഈ വീഡിയോ ഫുള്ള് കണ്ടോ, കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാം. ആദ്യം നമുക്ക് പെട്രോൾ കാറുകളെ പറ്റി നോക്കാം. സിറ്റി ഡ്രൈവിങ്ങിൽ ഒരു സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും പെട്രോൾ കാർസ് നമുക്ക് തരിക. മെയിൻ്റെനൻസ് കോസ്റ്റും സർവീസ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി പെട്രോൾ കാർസിന് ചീപ്പറായിരിക്കും. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് യൂസേഴ്സിന്, അതായത് ഒരു ചെറിയ കിലോമീറ്റർ മാത്രം റണ്ണിങ്ങുള്ള യൂസേഴ്സിന് പെട്രോൾ കാർ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഡീസൽ കാറുകൾക്ക് പെട്രോൾ കാറുകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മൈലേജ് കുറച്ച് കൂടുതലായിരിക്കും. അതേപോലെ ലോങ് ഡ്രൈവ് പ്രിഫർ ചെയ്യുന്നവർക്കും അതേപോലെ ഹൈവേ യൂസേഴ്സിനും എപ്പോഴും ഒരു ഐഡിയൽ ചോയ്സാണ് ഡീസൽ കാറുകൾ. പക്ഷേ ഇതിന് മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ ഇതിന് എഞ്ചിൻ ലൈഫ് കുറച്ച് കൂടുതലായിരിക്കും. അടുത്തതായി EV കാറുകളെ പറ്റി നോക്കാം. EV കാറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്യൂൽ കോസ്റ്റ് ഓൾമോസ്റ്റ് 0 ആണ്. ഇതിൻ്റെ ചാർജിങ് കോസ്റ്റ് വരുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പറായിരിക്കും. EV കാർ നമുക്കൊരു സൈലൻറ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് തരും. ഒരു പൊല്യൂഷൻ ഫ്രീ ആൻഡ് സൈലൻറ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് EV കാർ നമുക്ക് തരും. അതുപോലെ ഡെയിലി സിറ്റി റണ്ണിങ് മാത്രമുള്ളവർക്ക് EV കാർ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ലാസ്റ്റായിട്ട് ഹൈബ്രിഡ് കാർസ്. പെട്രോൾ എഞ്ചിൻ്റെയും അതേപോലെ ഇലക്ട്രിക് മോട്ടറിൻ്റെയും ഒരു കമ്പൈൻഡ് സിസ്റ്റം ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് മോട്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും യാതൊരു ടെൻഷനും വേണ്ട. ഈ ഷോർട്ട് ഡ്രൈവ് അതേപോലെ സിറ്റി ഡ്രൈവ് ലോങ് ഡ്രൈവ് പോകുന്നവർക്കൊക്കെ ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സാണ് ഹൈബ്രിഡ് കാർസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ യൂസേജിനനുസരിച്ചാണ് ഇതിൻ്റെ ബെസ്റ്റ് കാർ ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക, കമൻറ്റ് ആവും.